ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജലജ മുറിയൊക്കെ വന്ന് പരിശോധിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ജലജയ്ക്ക് വേണ്ടുന്ന പേപ്പറും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം നവ്യ വന്നപ്പോൾ നവ്യ ചിന്തിക്കുന്നുണ്ട്, ഇനി അമ്മ എന്തെങ്കിലും ഷെൽഫിൽ നിന്ന് എടുത്തിട്ടുണ്ടാവോ പേപ്പറും കാര്യങ്ങളൊക്കെ എന്ന് ചിന്തിച്ചിട്ട് പേടിയോട് കൂടിയാണ് നോക്കുന്നത്. അപ്പോൾ സ്ഥാനം തെറ്റിയിട്ടുണ്ടെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നവ്യ വിചാരിക്കുകയാണ് ഇനി ഇത് കീറിക്കളയാം, ഇതിവിടെ ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് ആ പേപ്പറൊക്കെ കീറിക്കളയാണ്. അതേസമയം നയനയാണെങ്കിൽ ആകെ മൊത്തം ടെൻഷനോട് കൂടിയാണ് ഇരിക്കുന്നത്. ഓരോ ദിവസം കഴിയും തോറും നവ്യയുടെ കാര്യം ആലോചിച്ച് നയനക്ക് പ്രഷർ കൂടുകയാണ്. അവളിങ്ങനെ സ്വയം ആലോചിച്ചിട്ട് ഉരുകുകയാണ്, എൻ്റെ ഉറക്കവും മനസ്സമാധാനവും നഷ്ടപ്പെടുക, എന്നിട്ടും ചേച്ചിക്ക് എങ്ങനെ ഈ രീതിയിൽ നടക്കാൻ കഴിയുന്നു. അപ്പോഴേക്കും കനക അങ്ങോട്ടേക്ക് വരുന്നത് നയന കാണുന്നുണ്ട്. അപ്പം നയന വിചാരിക്കുകയാണ് അമ്മയുടെ അടുത്തെങ്കിലും ഇത് പറയണം. കനക വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ആലോചിച്ചിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല അമ്മേ. അപ്പോൾ കനക കയ്യിലിരുന്ന് ചെറിയൊരു ബോക്സ് നയനക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, ഇതേ നോക്കിയ മോളെ എങ്ങനെയുണ്ട്. അപ്പം അതിൽ ചെറിയൊരു സ്വർണ്ണത്തിൻ്റെ കമ്മലായിരുന്നു. അപ്പം നയന പറയുന്നുണ്ട്, അയ്യോ സ്വർണ്ണത്തിനൊക്കെ തീ പിടിച്ച വിലയല്ല അമ്മേ, ഇത് എപ്പോൾ വാങ്ങിച്ചു? അപ്പോൾ കനക പറയുന്നുണ്ട്, നവ്യമോളുടെ വളകാപ്പിന് കൊടുക്കാൻ വേണ്ടി ഗോവിന്ദേട്ടൻ വാങ്ങി തന്നതാ. 2 ഗ്രാമിൻ്റെ കമ്മലാ. ഇത്രയും ചെറിയ കമ്മലാണെന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് പുച്ഛായിരിക്കും. അവൾക്ക് അബിയുടെ മുത്തശ്ശി പാരമ്പര്യമായി കിട്ടിയിരിക്കുന്ന ഒരുപാട് സ്വർണ്ണങ്ങളൊക്കെ കൊടുത്തിരിക്കുകയല്ലേ, എങ്കിലും നമ്മളും എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ മോളെ. ഒരു കാര്യം ചെയ്, ഇത് മോള് തന്നെ അവൾക്ക് കൊടുക്ക്. ചിലപ്പോൾ ഞാൻ കൊടുത്താൽ അവൾ വാങ്ങിക്കത്തില്ല. അപ്പം നയന ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, അതെന്താ അമ്മ വാങ്ങിക്കാത്തത്? അമ്മ തന്നെ അങ്ങ് കൊടുത്താൽ മതി. അല്ല, 2 ഗ്രാമല്ലേ ഉള്ളൂ, അതുകൊണ്ടാ. കനക ഒരു സങ്കടത്തോടു കൂടി പറയാണ്. അപ്പം നയന ചിന്തിക്കുന്നുണ്ട്, ഈ 2 ഗ്രാമിനേക്കാളും എത്രയോ 10 മടങ്ങ് സ്നേഹമാണ് അമ്മയ്ക്കും അച്ഛനും ഞങ്ങളോടുള്ളത്. അമ്മയൊക്കെ വലിയ പ്രതീക്ഷയില്ല, എന്നാൽ ഇല്ലാത്ത കുഞ്ഞുണ്ടെന്ന് കരുതിയ അമ്മയൊക്കെ ചേച്ചി എന്ന് പറയുന്നവൾക്ക് ഈ സമ്മാനങ്ങൾ കൊടുക്കുന്നത്. അപ്പം നയന ഒന്നും പറയാതെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന കാണുമ്പോൾ കനക ചോദിക്കുന്നുണ്ട്, മോൾ എന്താ ഈ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല അമ്മേ. അതെ, മോളുടെ വളകാപ്പിന് അമ്മ കുറച്ചുകൂടിയൊക്കെ പൈസയൊക്കെ കരുതി ഇതിനേക്കാളും കുറച്ചുകൂടി വലിയ സ്വർണം തരൂ കേട്ടോ. അപ്പം നയന സ്നേഹത്തോട് പറയാണ്, എനിക്ക് സമ്മാനമൊന്നും വേണ്ട അമ്മേ, അമ്മയുടെ ഈ സ്നേഹം മാത്രം മതി. അപ്പോൾ കനക ചോദിക്കുന്നുണ്ട്, അല്ല മോളെ എന്താ അതിനൊരു താമസം? ആദർശ് മോനോട് അമ്മ ഇടയ്ക്കും തലയ്ക്കൊക്കെ ഇതിനെപ്പറ്റി ചോദിക്കാറുണ്ട്, നിങ്ങൾക്കും ഒരു കുഞ്ഞു വേണ്ടേന്ന്. അല്ല, ഇനി ഞാൻ അന്ന് കണ്ട പോലെ രണ്ടാളും രണ്ടിടത്താണോ കിടക്കുന്നത്, ഒരാൾ ബെഡിലും ഒരാൾ തറയിലും? അപ്പം നയന ചെറുതായിട്ടൊന്ന് പരിഭ്രമിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, ഏയ് അല്ലമ്മേ, എനിക്ക് അമ്മയോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അപ്പോൾ കനക ടെൻഷനോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ? ചില സമയത്ത് എൻ്റെ ഹൃദയം കീറി മുറിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കനകക്ക് ടെൻഷൻ ആവുകയാണ്. അയ്യോ എന്തു പറ്റി മോളെ? എൻ്റെ മോൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? അത് പിന്നെ ചെറിയ ചില സങ്കടങ്ങളൊക്കെ എന്നെ അലട്ടുന്നുണ്ടമ്മേ. അപ്പോൾ കനക ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി മോളെ? എന്തായാലും അമ്മയോട് പറയ്. അപ്പോൾ നയന വീണ്ടും ആലോചിക്കുകയാണ്, അമ്മയോട് പറഞ്ഞ അമ്മ ഭദ്രകാളി ആവുന്നുള്ള കാര്യം ഉറപ്പാ. പിന്നെ ചേച്ചിയെ വെച്ചേക്കില്ല, അതുകൊണ്ട് വളകാപ്പ് കഴിഞ്ഞതിന് ശേഷം വീട്ടിലെത്തിയതിന് ശേഷം പറയാം. അവിടെ ആവുമ്പോൾ അച്ഛനും നന്ദും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ കനക വീണ്ടും ചോദിക്കുന്നുണ്ട്, മോളെ എന്താ ഈ ആലോചിക്കുന്നേ? മോൾക്ക് എന്തോ ഒരു പ്രയാസമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അത് പിന്നെ നയനെ ഇങ്ങനെ പതറിക്കൊണ്ട് നിൽക്കുകയാണ്, എങ്ങനെ അമ്മയോട് ഇതൊന്ന് പറയുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കനക ചോദിക്കുന്നുണ്ട്, അല്ല കുഞ്ഞുങ്ങളുണ്ടാവാൻ ആദർശ് മോനോ മോൾക്കോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, അങ്ങനെയുണ്ടെങ്കിൽ നല്ലൊരു നാടൻ വൈദ്യനുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നമുക്ക് നാളെ തന്നെ അങ്ങോട്ടേക്ക് പോവാം. ആർക്കാ മോളെ പ്രശ്നം? അപ്പം നയന വേഗം പറയൂ, അയ്യോ ഞങ്ങൾക്കാർക്കും പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് പറഞ്ഞപ്പോഴാണല്ലോ മോളുടെ ഹൃദയം കീറി മുറിക്കുന്ന വേദനയുണ്ടെന്നൊക്കെ മോള് പറഞ്ഞത്. അങ്ങനെ പറയണമെങ്കിൽ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പം നയന പറയുന്നുണ്ട്, അമ്മ ഇപ്പോൾ എന്നോടൊന്നും ചോദിക്കരുത്, ചേച്ചിയുടെ വളകാപ്പ് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് പറഞ്ഞോളാം. അപ്പോൾ കനക സങ്കടത്തോട് ചോദിക്കുന്നുണ്ട്, പിന്നെ എന്താ മോക്ക് ഇപ്പോൾ ഒരു സങ്കടം ഉണ്ടെന്ന് പറഞ്ഞത്? അങ്ങനെ പറഞ്ഞു പോയി, അത് അമ്മ അങ്ങ് മറന്നേക്ക്. അപ്പോൾ കനക പറയുന്നുണ്ട്, അതെങ്ങനെ മറക്കാൻ പറ്റും മോളെ? ഷോ, ഇനി അത് ആലോചിച്ചിട്ടായിരിക്കും അമ്മയ്ക്ക് സങ്കടം. അങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല അമ്മേ. അപ്പം നയന കനകയെ ഫേസ് ചെയ്യാതെ പറയുന്നുണ്ട്, ഞാൻ ചെറിയൊരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, അത് സാഹചര്യം കൊണ്ട് ചെയ്തു പോയതാ, എന്താന്നൊക്കെ പിന്നെ പറയാം. അപ്പോൾ കനക പറയുന്നുണ്ട്, മോളെ മറ്റുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി എല്ലാ സങ്കടങ്ങളും മനസ്സിനകത്ത് കൊണ്ടു നടക്കുന്ന ഒരാളാണ് എൻ്റെ മോള്. അത് അമ്മയോടോ ഭർത്താവിനോടോ പറയണം മോളെ, ഒന്നും അടക്കി പിടിച്ചുകൊണ്ട് നടക്കരുത്. അപ്പം നയന പറയുന്നുണ്ട്, ഞാൻ പറയാമെന്ന് പറഞ്ഞല്ലോ അമ്മേ, എപ്പോഴായാലും എനിക്കത് പറഞ്ഞേ പറ്റൂ. കനക വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ല ആദർശും മോളും തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ? ഏയ് ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെയാണ് കനക അവിടുന്ന് പോകുന്നത്. കനക അവിടുന്ന് പോയതിന് ശേഷം നയന വീണ്ടും ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ഭഗവാനെ, അമ്മയും ഈ വീട്ടിലുള്ളവരുമൊക്കെ അവളുടെ വയറ്റിലൊരു കുഞ്ഞില്ലെന്ന് അറിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. വല്ലാത്തൊരു പരീക്ഷണം തന്നെയാണ്. അതേസമയം ആദർശ് മുറിയിൽ വെച്ചിട്ട് ഒരു സാരി ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ മനസ്സിൽ സ്വയം ചിന്തിക്കുകയാണ്, അമ്മ തന്ന ഷർട്ടിന് മാച്ചാണ് ഈ സാരി, പക്ഷേ ഇതിങ്ങനെ കൊടുത്താൽ അവൾക്ക് സംശയം തോന്നും. ഒരു കാര്യം ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ആ സാരി ഷെൽഫിൽ മുകളിൽ തന്നെ നയന കാണാൻ പാകത്തിൽ വെക്കുകയാണ്. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ബെഡിനരികിലേക്ക് വരുമ്പോഴേക്കും നയന അലക്കിയ തുണികളൊക്കെ എടുത്തുകൊണ്ട് മുറിയിലേക്ക് വരുന്നുണ്ടായിരുന്നു. ആദർശിനെ നോക്കുന്ന സമയത്ത് തന്നെ നയനക്ക് തോന്നി എന്തോ ഒരു പന്തികേട് ഉണ്ട് എന്ന്. അപ്പോൾ ആദർശ് ഫോൺ എടുത്തിട്ട് ഒന്നും അറിയാത്തതുപോലെ നിൽക്കുകയാണ്.
അപ്പോൾ നയന വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഒരു കള്ള ലക്ഷണം? അപ്പോൾ പതറിക്കൊണ്ട് തന്നെ ആദർശ് പറയുന്നുണ്ട്, എന്ത് കള്ള ലക്ഷണം? എനിക്കേ നല്ല ക്ഷീണമുണ്ട്, ഞാനൊന്ന് കിടക്കാൻ പോവുക. അപ്പോൾ നയന ചോദിക്കുകയാണ്, ചായ വേണോ? വേണ്ട, ഞാനൊന്ന് കിടക്കാൻ പോവുക, ഒന്ന് മയങ്ങണം. അപ്പം നയന ചോദിക്കുന്നുണ്ട്, സാധാരണ പകലുറക്കം ഇല്ലാത്തതാണല്ലോ? ആ, സാധാരണ ഇല്ലാത്തതാ. നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ഒക്കെ മാറി മറിയാണല്ലോ, ഈ ഉറക്കം അതിൽ പെടും. അപ്പം നയന വീണ്ടും പറയുന്നുണ്ട്, ഇന്നെന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല പരിങ്ങലായിരുന്നല്ലോ. അപ്പോൾ ആദർശ് ദേഷ്യത്തോടെ പറയും, എനിക്കൊരു പരിങ്ങലും ഇല്ല, അല്ലെങ്കിൽ തന്നെ നിൻ്റെ മുന്നിൽ ഞാൻ പരിങ്ങേണ്ട കാര്യം എന്താ? അപ്പോൾ നയന വീണ്ടും ഒന്നിങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, തലവേദന ഉണ്ടെങ്കിൽ ഞാൻ ബാമ് പുരട്ടിത്തരാം. ഏയ് വേണ്ട. അപ്പം നയന ചോദിക്കുന്നുണ്ട്, ഇന്ന് ഫംഗ്ഷൻ ഉള്ളതാ, ഉറങ്ങുവാണെങ്കിൽ എപ്പെങ്കിലും വിളിക്കണോ? ഏയ് വേണ്ട, ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ, വിളിക്കേ വേണ്ട. എന്തായാലും ഫംഗ്ഷന് മുമ്പ് ഞാൻ ഉണരും. അതും പറഞ്ഞ് ആദർശ് ഉറങ്ങാൻ വേണ്ടി കിടക്കുകയാണ്. നയന അകത്തേക്ക് പോകുന്ന കണ്ടപ്പം ആദർശ് വിചാരിക്കുന്നുണ്ട്, ഈ ഡ്രസ്സിൻ്റെ വിഷയം എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്താൽ മതിയായിരുന്നു. ഏതായാലും അമ്മ തന്ന ഷർട്ട് ഇടാതിരിക്കാൻ പറ്റില്ല, അതിന് മാച്ച് ചെയ്യുന്ന സാരി തന്നെയാണ് ഞാൻ വാങ്ങിയത്, അതിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാം. അതേസമയം ജലജ അബിയോട് പറയുന്നുണ്ട്, ഇതിനകത്ത് ഒരു വലിയ ചതി നടന്നിട്ടുണ്ടെന്ന കാര്യം ഉറപ്പാ മോനെ, അത് ഞാൻ കണ്ടെത്തിയിരിക്കും. അപ്പോൾ അബിയും പറയുന്നുണ്ട്, ഇന്ന് വളകാപ്പ് കഴിഞ്ഞ് അവളുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞ് ജനിക്കുന്നത് വരെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ നടക്കണം. അപ്പം ജലജ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, നീ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്റെ മണ്ടത്തരങ്ങൾ കൊണ്ടല്ലേ ഒന്നും നടക്കാതെ പോയത്? അപ്പോൾ അബി ഒന്നും പറയാതെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ ജലജ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എത്ര നല്ല അവസരങ്ങളുണ്ടായിരുന്നു, അതൊക്കെ തൊലച്ചിട്ട് ഓർഡർ ഇടുക. അപ്പോൾ അബി സങ്കടം കൊണ്ട് പറയുന്നുണ്ട്, അമ്മേ ഞാൻ ഓർഡർ ഇട്ടതല്ല, എൻ്റെ മനസ്സിലെ ഭയം കൊണ്ട് പറഞ്ഞതാ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അവൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഈ കാര്യത്തിൽ എന്തെങ്കിലും ഉടനെ ചെയ്യാൻ പറ്റുമെന്ന് എൻ്റെ വിശ്വാസം. അല്ല അമ്മ എന്താ ചെയ്യാൻ പോകുന്നേ? അതെ, നിന്നോട് പറയുന്നില്ല, പറഞ്ഞിട്ട് പ്രയോജനവുമില്ല. ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. വളകാപ്പിൽ നിന്ന് അവളുടെ അച്ഛനും അനിയത്തിയും ഒക്കെ വരും. നമ്മൾ നെഞ്ചിൽ തീയുമായിട്ട് നിൽക്കുമ്പോൾ എല്ലാം ആഘോഷിക്കാൻ അവരുടെ പരിപാടി. പിന്നെ അതുമാത്രമല്ലല്ലോ, ഒരു കുഞ്ഞു ജനിക്കാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിൽ നിന്റെ മുത്തശ്ശി ഒരുപാട് ആഭരണങ്ങൾ അവൾക്ക് കൊടുത്തില്ലേ? പാരമ്പര്യമായി കിട്ടിയതെല്ലാം കൊടുത്തില്ലേ? അതൊക്കെ ഇട്ട് വെട്ടിത്തിളങ്ങി അവളങ്ങനെ നിൽക്കണ്ട. അതിൽ കുറച്ചുള്ള ഭാഗ്യങ്ങളൊക്കെ അവൾക്ക് കിട്ടിയാൽ മതി. അപ്പോൾ അബി പറയുന്നുണ്ട്, ഞാൻ മണ്ടത്തരങ്ങൾ ചെയ്തു എന്ന് അമ്മ പറഞ്ഞ് അവസാനം ഓരോരോ തീരുമാനങ്ങൾ ഒറ്റയ്ക്കെടുത്ത് അബദ്ധങ്ങളിൽ ചെന്ന് ഒറ്റയ്ക്ക് ചാടിയേക്കരുത്. അപ്പോൾ ജലജ ദേഷ്യത്തോടെ പറയാണ്, ഞാൻ അബദ്ധങ്ങളിലൊന്നും ചെന്ന് ചാടില്ല, ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലേ അതിൻ്റെ റിസൾട്ട് ഉണ്ടായിരിക്കും. നീയാണ് എന്നോട് പറയാതെ ചെന്ന് ഓരോരോ കുഴികളിൽ ചെന്ന് ചാടുന്നത്. നീ നവ്യ എന്ന് പറയുന്നവളെ സ്നേഹിച്ചതും അവളോടൊപ്പം ഒരുമിച്ച് താമസിച്ചതൊന്നും എന്നോട് പറഞ്ഞിട്ടല്ലല്ലോ. അവിടെ തുടങ്ങിയടാ എൻ്റെയും നിൻ്റെയും ഒക്കെ പതനം. എൻ്റെ മണ്ടനായ മകനാ എല്ലാം തൊലച്ചത്. അവിടുന്ന് പിന്നെ കര കയറാൻ പറ്റിയിട്ടില്ല. നാൾക്ക് നാൾ അധപ്പതനമല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അബി മറുപടി ഒന്നും പറയാതെ അമ്മ പറയുന്നതൊക്കെ കേട്ട് നിൽക്കുകയാണ്. കാരണം അവൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്നുള്ളത് അവന് നന്നായിട്ട് അറിയാം. അപ്പോൾ ജലജ പറയുന്നുണ്ട്, പക്ഷേ എന്തെങ്കിലും ഒരിക്കൽ എനിക്കും ജയിക്കണം, ജയിച്ചേ പറ്റൂ. അതും പറഞ്ഞുകൊണ്ടാണ് ജലജ അവിടുന്ന് പോകുന്നത്. നയന കുളിച്ച് വന്നിട്ട് ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് അലമാര തുറക്കുകയാണ്. അപ്പം ഓരോ സാരികൾ എടുത്തിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആദർശ് ഉറങ്ങാതെ തന്നെ അവിടെ കിടപ്പുണ്ടായിരുന്നു. ആദർശ് വിചാരിക്കുകയാണ്, ഞാൻ സാരി അതിനിടയ്ക്ക് വെച്ചിരിക്കുക, അതവൾ എടുക്കുകയാണെങ്കിൽ രക്ഷപ്പെട്ടു. നയന ഓരോ സാരി എടുത്തിട്ട് മാച്ച് ആവുന്നുണ്ടോ, ഭംഗിയുണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. അപ്പോഴേക്കും ആദർശ് അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ തിരയുന്നേ? അപ്പോൾ നയന തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, ആഹാ വലിയ ക്ഷീണാണെന്നൊക്കെ പറഞ്ഞിട്ട് എഴുന്നേറ്റോ? ആ, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അപ്പം നയന പറയാണ്, ഇന്നത്തെ ഫംഗ്ഷൻ എടുക്കാൻ വേണ്ടി നല്ലൊരു സാരി നോക്കുമായിരുന്നു. അപ്പം നയനയെ മാറ്റി നിർത്തിയിട്ട് ആദർശ് പറയാണ്, അതെ നീ ഇങ്ങോട്ടൊന്ന് മാറി നിന്നേ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആദർശ് നോക്കുകയാണ്. അപ്പം നയന വിചാരിക്കും, എന്താ പതിവില്ലാതെ സാരി തിരഞ്ഞു തരാനൊക്കെ വരുന്നത്. അപ്പോൾ ആദർശ് വേഗം അവൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ പുതിയ സാരിയുടെ ബാഗ് എടുക്കുകയാണ്. എന്നിട്ട് നയനക്ക് കാണിച്ചു കൊടുത്തോണ്ട് പറയും, ആ ഈ സാരി കൊള്ളാം, അമ്മ എനിക്ക് എടുത്തു തന്ന ഷർട്ടിന് മാച്ചാ. അപ്പം നയന ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ഇങ്ങനെ ഒരു സാരി ഇതിനകത്തില്ലായിരുന്നല്ലോ. അപ്പോൾ ആദർശ് പമ്മിച്ചിരിക്കുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, ഇപ്പം എവിടുന്ന് വന്നു? അത് ഇതിനകത്തുണ്ടായിരുന്നു. എൻ്റെ സാരി എനിക്കറിയില്ലേ? അല്ല അത് നമ്മളെപ്പോഴെങ്കിലും പർച്ചേസിന് പോയപ്പോൾ എടുത്തതാണോ എന്ന് എനിക്കൊരു സംശയം. അപ്പോൾ നയന ഇങ്ങനെ ആദർശനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ ഒരു കള്ളക്കളിയും ഇതൊക്കെ കാണുന്ന സമയത്ത്. അപ്പം ഞാൻ ഈ സാരി കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്, ആദർശ് പറയാണ്. അപ്പോൾ നയന എടുത്തിട്ട് അതിനൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കുകയാണ്. കാരണം പുതിയ സാരിക്ക് അതിൻ്റെതായ ഒരു സ്മെല്ല് ഉണ്ടാവുമല്ലോ. ഇതേ പുതിയ സാരിയാണല്ലോ, അതിൻ്റെ ഒരു മണമുണ്ടല്ലോ. ആ പുതിയ സാരി ആയിരിക്കും, ചിലപ്പോൾ നീ ഉടുത്ത് കാണില്ല, ആദർശ് പറയാണ്. പെട്ടെന്ന് നയന ചോദിക്കുകയാണ്, അല്ല അമ്മ ആദർശേട്ടന് വേണ്ടി പുതിയ ഡ്രസ്സ് എടുത്തോ? ആ എടുത്തു. ആദർശ് ആകെ കൂടെ പരിങ്ങലാവുകയാണ്. കാരണം അമ്മയുടെ ഭാര്യയുടെ ഇടയിൽ കിടന്നിട്ട് പെടുകയാണ്. അപ്പം നയന ചോദിക്കുന്നുണ്ട്, അല്ല അപ്പം ഞാനെടുത്ത ഡ്രസ്സ് എവിടെയാ? അപ്പോൾ ആദർശ് പറയും, ആ ഉണ്ട്, അതും ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അതിന് മാച്ച് ചെയ്യുന്ന സാരിയൊന്നും ഇവിടെ ഇല്ല. എന്നാ അമ്മ മാച്ച് ചെയ്യുന്ന ഡ്രസ്സിനെടുത്ത് തന്ന സാരി ഇവിടെ ഉണ്ട് താനും.
എങ്കിൽ പിന്നെ അതിടുന്നതല്ലേ നല്ലത്. അപ്പം നയന പറയുന്നുണ്ട്, കളർ സെലക്ഷനെ ആദർശേട്ടനേക്കാളും നന്നായിട്ട് എനിക്കറിയാം. ഞാൻ എടുത്ത ഷർട്ടിന് മാച്ചായിട്ടുള്ള 1-2 സാരികൾ ഇതിനകത്തുണ്ട്. ആദർശ് ആകെ മൊത്തം പെട്ട അവസ്ഥയിലാണ്. അപ്പോഴേക്കും നയന അകത്ത് അലമാരയിൽ നിന്നും പുതിയൊരു സാരി എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് പറയും, ദാ ഇത് കണ്ടോ, ഈ സാരി ഞാൻ എടുത്ത ഷർട്ടിന് നല്ല മാച്ചാ. അപ്പോൾ ആദർശ് വീണ്ടും പറയാൻ ശ്രമിക്കുകയാണ്, ഏയ് ഇതത്ര പോരാ, എന്നാലേ ഞാൻ എടുത്തു തന്ന ഈ സാരി നല്ല സൂപ്പറാ. അതിനുശേഷം നയന ആദർശനെ തന്നെ നോക്കിക്കൊണ്ട് പറയുകയാണ്, എനിക്കങ്ങനെ തോന്നുന്നില്ല. പിന്നെ ആദർശേട്ടൻ്റെ അമ്മ വാങ്ങിച്ചു തന്ന ഷർട്ടിന് മാച്ചായിട്ടൊരു സാരി വാങ്ങിച്ചുകൊണ്ട് വന്നതുപോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ആദർശ് ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചിട്ട് പറയുന്നുണ്ട്, അയ്യോ അങ്ങനെയല്ല. അപ്പം നയന പറയാണ്, കള്ളം പറയാൻ അധികമൊന്നും അറിയത്തില്ല അല്ലേ, അതുകൊണ്ട് പറയുന്നത് കാണുമ്പോൾ തന്നെ ഊഹിക്കാം എന്താ നടന്നതെന്ന്. ഇന്ന് അമ്മ എടുത്തു തന്ന ഡ്രസ്സ് തന്നെ ഇടണമെന്ന് ആദർശേട്ടന് നിർബന്ധമുണ്ട്. എന്നാൽ ഞാൻ എടുത്തു തന്ന ഡ്രസ്സ് ഇടാതിരുന്നാൽ എനിക്കെന്തെങ്കിലും തോന്നുമെന്നൊരു തോന്നൽ. അതിനുവേണ്ടി മനഃപൂർവ്വം ഒരു സീൻ ഉണ്ടാക്കിയതാ. അപ്പോൾ ആദർശ് സങ്കടത്തോടെയും പരിഭ്രമത്തോടെയൊക്കെ തന്നെയാണ് പറയുന്നത്, ഏയ് അങ്ങനെയൊന്നുമല്ല. അപ്പം നയന തലയാട്ടിക്കൊണ്ട് പറയാണ്, ഏതായാലും അമ്മ എടുത്ത ഡ്രസ്സ് ആദർശേട്ടൻ ഇട്ടോ, ഇനി അതിൻ്റെ പേരിലൊരു വഴക്ക് വേണ്ട. ഈ സാരി എന്തായാലും ഞാൻ ഉടുത്തോണ്ട് ഇറങ്ങില്ല. അതെ, ഒന്ന് പുറത്തേക്ക് പോയേ. അതെന്തിനാ? ആദർശ് ചോദിക്കാൻ. എനിക്ക് ഡ്രസ്സ് മാറണം. ഒന്ന് പുറത്ത് പോ. ഓ സോറി. അതും പറഞ്ഞുകൊണ്ട് ആദർശ് പുറത്തേക്ക് പോവുകയാണ്. ആദർശ് പുറത്തിറങ്ങിയതിന് ശേഷം ആദർശ് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഗിഫ്റ്റ് ബാഗ് തുറന്നിട്ട് ഞാൻ ആ സാരി നോക്കുകയാണ്. അതേസമയം പുറത്ത് നിന്നിട്ട് ആദർശ് ചിന്തിക്കുന്നുണ്ട്, അവൾ ആഗ്രഹിച്ച് വാങ്ങിച്ച ഡ്രസ്സാ. സാരമില്ല, പിന്നീട് ദിവസം ഇടാലോ. ആദർശ് മുറിക്ക് പുറത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. അപ്പം കനക അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കനക ചോദിക്കുന്നുണ്ട്, മോനെന്താ ഇവിടെ നിൽക്കുന്നേ? നയന മോൾ റെഡിയായില്ലേ? റെഡിയായിക്കൊണ്ട് നിൽക്കുക, അതാ ഞാൻ പുറത്ത് നിന്നത്. അപ്പോൾ കനക ചോദിക്കുന്നുണ്ട്, അതിന് മോനെന്തിനാ പുറത്ത് നിൽക്കുന്നേ? അത് അമ്മേ പുറത്ത് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ കനക അതിശയത്തോട് ചോദിക്കുകയാണ്, പുറത്ത് നിൽക്കാൻ പറഞ്ഞോ? അതെന്തിനാ? കനക അതിശയത്തോട് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പരിയും കൊണ്ട് തന്നെ പറയാണ്, അത് നയന ഡ്രസ്സ് മാറുമല്ലേ, അതുകൊണ്ട്. അപ്പോൾ കനക ചോദിക്കുകയാണ്, എന്താ ഈ പറയുന്നേ? നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ, പിന്നെന്തിനാ പുറത്ത് നിൽക്കുന്നത്? അപ്പം കനക ഇങ്ങനെ ആദർശിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുകയാണ്. ആദർശ് ഒന്നും മറുപടി ഒന്നും ഇല്ലാതെ നിൽക്കുന്ന കണ്ടപ്പം കനക ചോദിക്കുന്നുണ്ട്, എന്തോ കുഴപ്പമുണ്ടല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മോൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു കുഞ്ഞിനെ ലാളിക്കാൻ. അതിനുള്ള അവസരം എത്രയും പെട്ടെന്ന് കൊടുക്കണം. പക്ഷെ അതിനൊന്നും മറുപടി ഇല്ലാതെ ആദർശ് ഇങ്ങനെ തലതാഴ്ത്തിയ പോലെ നിൽക്കുകയാണ്. അപ്പോൾ ആദർശ് മനസ്സിൽ വിചാരിക്കുകയാണ്, അമ്മയും മോളും മനുഷ്യന് മനസ്സമാധാനം തരത്തില്ല. അപ്പോൾ ഇതൊന്നും മനസ്സിലാവാതെ കനക പറയുന്നുണ്ട്, മോന് നയനമോളെ ഭയങ്കര ഇഷ്ടമാണെന്ന് അമ്മയ്ക്കറിയാം, എങ്കിലും ഇടയ്ക്ക് അമ്മയ്ക്കൊരു സംശയം, എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ ഉണ്ടോയെന്ന്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആദർശ് പറയും, ഒരു പൊരുത്തക്കേടുകളില്ല അമ്മേ, ഞങ്ങൾ തമ്മിൽ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കനകയും പറയുന്നുണ്ട്, അത് കേൾക്കുന്നത് അമ്മയ്ക്ക് സന്തോഷം. പിന്നെ ആദർശ് മോനെ, ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധമൊന്നുകൂടെ മുറുകണമെങ്കിലേ അവർക്കിടയിലേക്ക് ഒരു കുഞ്ഞുകൂടെ വേണം. അതുകൊണ്ട് മോനിനി അതിനെക്കുറിച്ചൊക്കെ സീരിയസ് ആയിട്ട് ചിന്തിക്കണം എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോഴേക്കും ഡ്രസ്സൊക്കെ മാറ്റി നയന പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ആദർശ് കൊടുത്ത സാരി തന്നെയായിരുന്നു നയന എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത് കണ്ടപ്പോൾ തന്നെ കനക പറയുന്നുണ്ട്, ആഹാ മോനെ ഇത് കണ്ടോ, നയന മോള് സുന്ദരിയായിട്ടുണ്ടല്ലോ, നല്ല സൂപ്പർ സാരി. അപ്പോൾ ആദർശ് തിരിഞ്ഞു നോക്കുകയാണ്. അവൻ കൊടുത്ത സാരി തന്നെയാണെന്ന് കണ്ടപ്പോൾ അവൻ ഒന്നുകൂടെ അവളോട് സ്നേഹം തോന്നുകയാണ്. അപ്പോൾ നയന ഇങ്ങനെ നോക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ആദർശ് പറയാണ്, ഈ സാരിയിൽ ഇവള് നല്ല ഭംഗിയുണ്ടല്ലേ, ഞാൻ ഇന്നത്തെ ഫംഗ്ഷന് വേണ്ടി വാങ്ങിയ സാരിയാ. ആഹാ, എൻ്റെ ആദർശ് മോൻ ഭാര്യയ്ക്ക് മനസ്സറിഞ്ഞ് വാങ്ങിക്കൊടുത്ത സാരിയല്ലേ, പിന്നെ ഭംഗിയില്ലാതിരിക്കോ? മോളെ, അമ്മ പറഞ്ഞതുപോലെ നല്ല സൂപ്പർ ആയിരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ആദർശിനെ നോക്കിക്കൊണ്ട് പറയും, എനിക്കത്ര സൂപ്പറായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ ആദർശ് പറയാണ്, അത് കാഴ്ചയുള്ളവർക്കേ തോന്നൂ. എന്താ പറഞ്ഞേ? ഞാൻ ദേഷ്യത്തോട് ചോദിക്കും. ഒന്നും പറഞ്ഞില്ല, ആദർശ് പെട്ടെന്ന് പറയാണ്. അപ്പോൾ കനകയ്ക്ക് മനസ്സിലായി എന്തോ ഒരു സൗന്ദര്യ പണക്കത്തിലാണെന്ന്. അപ്പോൾ കനക പറയുന്നുണ്ട്, രണ്ടാളും കൂടെ ഇനി തല്ലുകൂടാതെ അങ്ങോട്ടൊന്ന് ചേർന്ന് നിന്നാട്ടെ, ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, ഫോട്ടോയൊക്കെ എന്തിനാ എടുക്കുന്നേ? മോൻ വാങ്ങിക്കൊടുത്ത പുതിയ സാരിയല്ലേ, എന്ത് ഭംഗിയാ, അതുകൊണ്ട് അമ്മ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞത്. ചേർന്ന് നിന്നേ അങ്ങോട്ട്. അപ്പോഴും അവർ ഒന്നിച്ച് നിൽക്കുന്നില്ല. ഇതെന്താ ഭാര്യയും ഭർത്താവും അല്ലേ, ഒട്ടി നിന്നേ അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അവരെ രണ്ടുപേരും ചേർത്ത് നിർത്തുകയാണ്. അപ്പോൾ ആദർശ് നാനയുടെ തോളിലൂടെ കൈയിടുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ചിരിക്ക്. ആദർശ് മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവരെ കൊണ്ട് തോറ്റല്ലോ. അപ്പം കനക ഫോട്ടോ എടുത്തതിന് ശേഷം കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉഴിച്ചൽ പോലെ ചെയ്യുകയാണ്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തൊരു ചേർച്ച ഇവർ തമ്മിൽ. ആദർശും നാനയെ മുഖത്തോട് മുഖം നോക്കി പരസ്പരം ചിരിക്കുകയാണ്. അപ്പോൾ കനക പറയുന്നുണ്ട്, ഇനി നമുക്കൊരു സെൽഫി ആവാം, ചിരിക്ക ആദർശ് മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശിൻ്റെ കവിളിലൊക്കെ കനക തൊടുന്നുണ്ട്. അപ്പോൾ ആദർശ് ചിരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ സെൽഫിയൊക്കെ എടുത്തതിന് ശേഷം കനക പറയാണ്, എങ്കിൽ പിന്നെ രണ്ടുപേരും റെഡിയായിട്ട് താഴേക്ക് വരാൻ നോക്ക്, അമ്മ താഴെ പോട്ടെ. അമ്മ പോയതിന് ശേഷം നായന മുഖത്തെ ചിരിയൊക്കെ മാറ്റിയിട്ട് ആദർശിനൊന്ന് ദേഷ്യത്തോടെ നോക്കുകയാണ്. ആദർശ് ഒന്ന് പരിങ്ങിയിട്ട് നിൽക്കുന്നുണ്ട്. അതേസമയം ജലജയും അബിയൊക്കെ ഡ്രസ്സ് മാറ്റി താഴെ വന്നതിന് ശേഷം അബി അമ്മയോട് പറയുന്നുണ്ട്, അവസാനം ഭയന്നതുപോലെ തന്നെ സംഭവിക്കാൻ പോവുക, ഒന്നും നടന്നില്ല, അവളാണെങ്കിൽ ഇന്നത്തോടെ അവളുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും.
അല്ല അമ്മ എന്താ ഈ ആലോചിക്കുന്നത്? അപ്പം ജലജ ചോദിക്കുന്നുണ്ട്, ഞാൻ ആലോചിക്കുന്നത് എന്തിനാ നിന്നോട് പറയുന്നത്? അതുകൊണ്ട് എന്താ പ്രയോജനം? അങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് ജലജ. അപ്പോഴേക്കും ഗോവിന്ദനും അതുപോലെ നന്ദുവും കൂടെ ഗേറ്റ് കടന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ജലജ വെറുപ്പോടെ പറയാണ്, വരുന്നുണ്ട് 2 സാധനം. അപ്പോഴേക്കും അവരടുത്തെത്തുകയാണ്. ഓ, രാവിലെ തന്നെ എത്തിയല്ലോ, വളകാപ്പ് ചടങ്ങാണ്, മോൾക്ക് കൊടുക്കാൻ കാര്യമായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, പലഹാരമുണ്ട്, കിണ്ണത്തപ്പം ഉണ്ണിയപ്പം നെയ്യപ്പം ഒക്കെ ആയിരിക്കും. അപ്പോൾ അബിയും പറയാം, അമ്മ അതൊക്കെ ഉണ്ടാക്കാൻ അവിടെ ആരാ ഉള്ളത്? വല്ല കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതായിരിക്കും. ഇത്തരം ചടങ്ങുകൾക്ക് സ്വന്തം വീട്ടിൽ നിന്ന് പലഹാരം ഉണ്ടാക്കി കൊണ്ടുവരേണ്ടത്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഇത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാ. അപ്പോൾ ഗോവിന്ദൻ പറയാണ്, അതെ, ഞാനും മോളും കൂടെ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ പലഹാരങ്ങളാ. ആ, വിശ്വസിച്ചു ജലജ കളിയാക്കുകയാണ്. അപ്പോൾ അബി പറയുന്നുണ്ട്, ഇത്തരം ചടങ്ങുകൾക്ക് സാധാരണ സ്വർണവും കൊണ്ടാണ് പെൺവീട്ടുകാർ വരുന്നത്. അപ്പോൾ ഗോവിന്ദൻ മറുപടി ഒന്നും പറയാതെ തല താഴ്ത്തുകയാണ്. അപ്പോൾ ജലജ കളിയാക്കുന്നുണ്ട്, ആ, സ്വർണം കാണും, 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ സ്വർണം. നാണം ഇല്ലല്ലോടോ തനിക്ക്? ഏതോ അമ്പലത്തിൽ കുറേ പ്രതിമകൾ വേണമെന്ന് പറഞ്ഞപ്പോൾ നേരെ വീട്ടിൽ വിളിച്ചു വരുത്തി അതൊക്കെ ചെയ്യിച്ചില്ലേ നിങ്ങൾ? അച്ഛൻ മറുപടിയൊന്നും പറയാതെ തലതാഴ്ത്തി നിൽക്കുന്നുണ്ടപ്പോൾ തന്നെ നന്ദുവിന് വിഷമാവുകയാണ്. അപ്പോൾ ജലജ വീണ്ടും പറയുന്നുണ്ട്, പെൺമക്കളെ ചുളിവിൽ കെട്ടിച്ചയച്ചതും പോരാ, അവരെ കൊണ്ട് ജീവിക്കാൻ നടക്കുന്ന ഒരു അച്ഛനും അമ്മയും. ഒരുത്തിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുക, തൻ്റെ കെട്ടിയോള്. ഇനി പെങ്കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അവൾക്കായിരിക്കും ഏറ്റവും വലിയ സങ്കടം. എന്ന് വെച്ചാൽ AC മുറി കിടന്ന് തിന്നു കൊഴുത്ത് അവളിവിടെ സുഖിക്കുക. അപ്പോഴേക്കും കനക വന്നിട്ട് പറയുന്നുണ്ട്, ആഹാ, 2 എപ്പോഴാണ് വന്നത് മോളെ? അപ്പം ജലജ പറയാണ്, 2 ഇപ്പം ഇങ്ങ് വന്നതേ ഉള്ളൂ. 8 കൂട്ടം പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. അച്ഛനും മോളും കൂടെ ഉണ്ടാക്കിയതാ, അതല്ലാതെ ഒരു തരി പൊന്നു പോലും കൊണ്ടുവന്നിട്ടില്ല. ഗോവിന്ദനെ നന്ദുവിനെ അപമാനിച്ചിട്ടാണ് അവിടെ നിർത്തിയിരിക്കുന്നതെന്ന് കനകക്കപ്പം മനസ്സിലാവുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.